ബാബുരാജ് അമ്മ ജനറൽ സെക്രട്ടറിയാകും. സിദ്ദിഖ് രാജിവെച്ച സാഹചര്യത്തിൽ പകരം ചുമതല ബാബുരാജിന് നൽകാൻ ധാരണ. നിലവിൽ ജോയിന്റ് സെക്രട്ടറിയാണ് ബാബുരാജ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വളരെ പെട്ടെന്ന് തന്നെയാണ് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ വരുന്നത്. ഇന്ന് രാവിലെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചത്. അതിന് പിന്നാലെ തന്നെ തിരക്കിട്ട കൂടിയാലോചനകൾ അമ്മയുടെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിന് അമ്മ ജനറൽ സെക്രട്ടറിയുടെ ചുമതല നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെ ഭാരവാഹികളുടെ കാര്യത്തിൽ ഏതെങ്കിലും മാറ്റങ്ങളുണ്ടോ? എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ? സിജു, ഈ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് രാവിലെയാണ് രാജിവെച്ചത്. മോഹൻലാലിന് രാജിക്കത്ത് നൽകിയായിരുന്നു. ഈ സാഹചര്യത്തിൽ പകരം ആര് എന്നുള്ളതായിരുന്നു. അമ്മയുടെ ബൈലോ പ്രകാരം ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നയാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ ചുമതല കൈമാറുക എന്നുള്ളതാണ്. കാരണം നിലവിൽ ഒരാളാണ് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തുള്ളത്, അത് ബാബുരാജാണ്. അപ്പോൾ ആരാണോ ആ ഒരു ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തുള്ളത് അയാളെ ജനറൽ സെക്രട്ടറി ആക്കുക എന്നുള്ളതാണ് അമ്മയുടെ ബൈലോയിൽ തന്നെ പറയുന്നത്. വൈസ് പ്രസിഡന്റുമാരാണെങ്കിൽ 2 പേരുണ്ട്, മറ്റ് സ്ഥാനങ്ങളിലുമൊക്കെ കൂടുതൽ പേരുണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നയാളെ ജനറൽ സെക്രട്ടറി ആക്കുക എന്നുള്ളതാണ് അമ്മയുടെ ബൈലോയിൽ തന്നെ പറയുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ അമ്മ ഭാരവാഹികൾ ഇന്ന് രാവിലെ അനൗദ്യോഗികമായി പരസ്പരം കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ആ കൂടിയാലോചനകളിൽ ഈ പുതിയ സാഹചര്യത്തിൽ ഈ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് രാജിവെച്ച സാഹചര്യത്തിൽ നിലവിൽ ജോയിൻറ്റ് സെക്രട്ടറിയായ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അത് മോഹൻലാലാണ്. മോഹൻലാൽ നിലവിൽ കൊച്ചിയിലില്ല. മോഹൻലാൽ ചെന്നൈയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ചൊവ്വാഴ്ച അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ അടിയന്തരമായിട്ടൊരു എക്സിക്യൂട്ടീവ് യോഗം ചേരണം എന്ന് തീരുമാനിച്ചതാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. പക്ഷേ അതിനുശേഷം കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ഗുരുതരമായ സിദ്ദിഖിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും മറ്റൊക്കെ വന്നു. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരണമെന്ന് ഒരിക്കൽ കൂടി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു. ആ ഭാരവാഹികൾ തമ്മിൽ അനൗദ്യോഗിക ചർച്ചകൾ പരസ്പരം ഫോണിലൂടെയും മറ്റുമൊക്കെ കൂടിയാലോചനകൾ നടത്തിയ ശേഷം നിലവിൽ ജോയിൻറ്റ് സെക്രട്ടറിയായ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആകാൻ ധാരണയാക്കിയിട്ടുണ്ട്. ഇനി ചൊവ്വാഴ്ച ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബാബുരാജിനെ ജനറൽ സെക്രട്ടറിയായി ഔദ്യോഗികമായി തീരുമാനിക്കും. മോഹൻലാലായിരിക്കും അക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. മറ്റന്നാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ മറ്റെന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നത് സംബന്ധിച്ചൊക്കെ ഗൗരവമായ കൂടിയാലോചനകൾ ഇതിനകം തന്നെ അമ്മ ഭാരവാഹികൾ തമ്മിൽ പരസ്പരം നടത്തി വരുന്നുണ്ട്. അതിലുപരി ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് ചേരാൻ അമ്മ സംഘടന തീരുമാനിച്ചിരുന്നു. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ നിരവധി വനിതകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരുന്ന സാഹചര്യത്തിൽ, മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നൽകിയ മൊഴികളുടെ എല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ചൊവ്വാഴ്ച ഒരു യോഗം ചേരാൻ തീരുമാനിക്കുകയും ചെയ്തത്. നിലവിൽ അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ചെന്നൈയിലാണ്. അദ്ദേഹം എത്തിയതിനു ശേഷം യോഗം ചേരുമെന്നുള്ള വിവരങ്ങളാണ് ഉമേഷ് നൽകുകയും ചെയ്യുന്നത്. നിലവിൽ പ്രതിസന്ധികൾ വിടാതെ പിന്തുടരുകയാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയെ. ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സമീപിക്കേണ്ടത്, എന്ത് നിലപാടെടുക്കണമെന്ന കാര്യത്തിൽ ഒരു അവ്യക്തത അമ്മ സംഘടനയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹി തന്നെ, നേതൃത്വം നൽകുന്ന ജനറൽ സെക്രട്ടറി തന്നെ ഒരു ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഇനിയും നിരവധി ആരോപണങ്ങൾ പലർക്കെതിരെയും ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ കൂടി വരികയും ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധി അമ്മ സംഘടന നേരിടുന്നുണ്ട് നിലവിൽ. സിജു, അത് ശരിയാണ്. വലിയൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അമ്മ സംഘടന കടന്നു പോകുന്നത്. ഒരുപക്ഷെ മുൻപ് ഉണ്ടായതിനേക്കാൾ വലിയ പ്രതിസന്ധി ഇപ്പോൾ അമ്മ സംഘടന നേരിടുന്നുണ്ട്. മുൻപ് നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രതിസന്ധി, അന്ന് ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണോ വേണ്ടോ എന്നത് സംബന്ധിച്ച് തന്നെ വലിയ അഭിപ്രായ ഭിന്നത അന്ന് സംഘടനയ്ക്ക് അകത്ത് രൂപപ്പെട്ടതാണ്. കോടതി കുറ്റക്കാരനായി കണ്ടെത്തിയാൽ മാത്രം പോരെ, ദിലീപിനെ പുറത്താക്കിയാൽ പോരെ എന്ന് വരെ ചില അംഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ അന്ന് പുറത്തു വന്നതാണ്. പക്ഷേ ചിലരുടെ ശക്തമായ നിലപാട്, ചില യുവതാരങ്ങളുടെ അടക്കം ശക്തമായ നിലപാടിനെ തുടർന്ന് ദിലീപിനെ ശക്തമായ പിന്തുണ അറിയിച്ചുകൊണ്ടുവന്ന നടനായിരുന്നു അന്ന് ഭാരവാഹിത്വത്തിലില്ലാത്ത ഇന്നത്തെ ജനറൽ സെക്രട്ടറിയായ രാജിവെച്ച സിദ്ദിഖ്. അതെ, അതുകൂടി എടുത്തു പറയേണ്ടതാണ്. അന്ന് ദിലീപിനെ 14 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ആ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് വരെ കയറി ചെന്ന് അക്കാര്യം അവിടെ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരാളാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി പല വിവരങ്ങളും പുറത്തു വരുമ്പോൾ
അമ്മ സംഘടന പ്രതികരിക്കാൻ വൈകി എന്നുള്ളൊരു ആരോപണം അന്ന് ഉണ്ടായതാണ്. ആ ആരോപണത്തെ സിദ്ദിഖ് നേരിട്ടത്, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അമ്മ ഷോയുമായി ബന്ധപ്പെട്ട ചില തിരക്കുകൾ കൊണ്ടാണ് ഇങ്ങനെ അഭിമുഖീകരിക്കാൻ വൈകിയത്. ഇതിൽ നിന്ന് ഒളിച്ചോടിയതല്ല, കൃത്യമായ നിലപാട് അമ്മയ്ക്കുണ്ട്. അമ്മ ഭാരവാഹികളുമായി കൂടിയാലോചന നടത്തിയാൽ ഒരു കാലതാമസം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം അദ്ദേഹം ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തു, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ അത് പോലീസ് അന്വേഷിക്കട്ടെ, അതിൽ യാതൊരു തരത്തിലുള്ള ഭയവുമില്ല എന്നൊക്കെ അന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ തന്നെയാണ് ഇപ്പോൾ അതിലേറെ വലിയ ഗുരുതരമായ ആരോപണം ഒരു നടി ശരി നേരിട്ട് ഉമേഷ്, ഏതായാലും ഉന്നയിച്ചിരിക്കുന്നത്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരും. മോഹൻലാൽ ചൊവ്വാഴ്ച എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ്. മാത്രമല്ല ബാബുരാജ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കും. നിലവിൽ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജ് അമ്മ ജനറൽ സെക്രട്ടറി ആകാനുള്ള ധാരണയും അമ്മ സംഘടനയിൽ ആയതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്ന വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.